ഹായ്, നമ്മളിപ്പോൾ ഉള്ളത് കൊണാർക്കിലെ സൺ ടെമ്പിളിലാണ്. ഒഡീഷയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് കാണാം ഈ 10 rupeesന്റെ ഇവിടെയുള്ള ഈ സൺ ഡയലാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിപ്പോ ഒരു ടെമ്പിൾ എന്നതിനുപരി ഒരു ചരിത്ര സ്മാരകമായിട്ടാണ് കാണുന്നത്. വണ്ടർഫുൾ ക്രിയേഷൻ എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. അതെ, നമ്മൾ ഇന്ന് പോകുന്നത് കൊണാർക്കിലേക്കാണ്. ഇന്നലെ നമ്മൾ പുരിയിൽ വന്ന് താമസിച്ചിരുന്നു. അവിടുത്തെ ജഗന്നാഥ ടെമ്പിൾ വിസിറ്റ് ചെയ്തു. ഇന്ന് അവിടെ നിന്നും ഏകദേശം 1 മണിക്കൂർ യാത്ര ചെയ്ത് നമ്മൾ കൊണാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് എത്തിച്ചേരുന്നത്. ഒരുപാട് കേട്ടിട്ടുള്ള ഒരു സ്ഥലമാണിത്. ഒരുപാട് നാളായി ഇവിടെ വരണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവസാനം കൊണാർക്കിൽ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ഇതൊരു കടൽ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. പണ്ട് ഇത് ബ്ലാക്ക് പഗോഡ എന്ന പേരിൽ കടൽ യാത്രക്കാർക്കൊരു ലാൻഡ്മാർക്കായിരുന്നു. കൊണാർക്കിൽ ഉദിക്കുന്ന സൂര്യൻ കന്യാകുമാരിയിൽ അസ്തമിക്കുന്നു എന്നാണ് കരുതി പോന്നിരുന്നത്. ഈ വിസ്മയകരമായ ക്ഷേത്രം 13-ാം നൂറ്റാണ്ടിലാണ് നിർമ്മിച്ചത്. നരസിംഹദേവ ഒന്നാമൻ എന്ന രാജാവാണ് ഈ മഹത്തായ നിർമ്മിതിക്ക് പിന്നിലുള്ളത്. ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ, അതായത് കലിംഗ സ്റ്റൈലിലുള്ള കെട്ടിട നിർമ്മാണ രീതികളെ പറ്റിയിട്ടും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇതിനുള്ള ചരിത്ര പ്രസിദ്ധിയെ പറ്റിയിട്ടും ഒക്കെയുള്ള കാര്യങ്ങൾ അവിടെ ഒരു മ്യൂസിയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം ഇതെല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ആ ക്ഷേത്ര സമുച്ചയത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ഈ മ്യൂസിയത്തിനുള്ളിൽ തന്നെ ഒരു TV ഷോയും നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഈ ക്ഷേത്രം പണിയുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചെറിയൊരു കഥയാണത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കഥ ഇതിന് പിന്നിലുണ്ട് എന്നുള്ളതും നമുക്ക് ആ മ്യൂസിയത്തിനുള്ളിൽ തന്നെ വെച്ചിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ പോയത് അവിടേക്കുള്ള സൺ ടെമ്പിളിലേക്കുള്ള ടിക്കറ്റ് കൗണ്ടറിലേക്കാണ്. അവിടെ ശരിക്കും കുട്ടികൾക്ക് ടിക്കറ്റ് ആവശ്യമില്ലായിരുന്നു. പക്ഷെ പുറത്തൊന്നും അത് കാണുന്ന രീതിയിൽ എഴുതി വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികൾക്കും കൂടി കണക്കാക്കിയിട്ട് 4 ടിക്കറ്റാണ് എടുത്തത്. ഒരു ടിക്കറ്റിന് 40 രൂപ വെച്ചിട്ടാണ് അവർ ചാർജ് ചെയ്യുന്നത്. അങ്ങനെ ടിക്കറ്റ് എടുത്തതിന് ശേഷം പിന്നീട് ഞങ്ങൾ അതിനുള്ളിലേക്ക് പ്രവേശിക്കുകയുണ്ടായത്. ഉള്ളിൽ പ്രവേശിച്ചപ്പോൾ നമുക്ക് ഒരു ഗൈഡിൻ്റെ സഹായം ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും എന്ന് തോന്നി. കാരണം ഇത് വെറുതെ ചുറ്റി നടന്ന് കാണുക അല്ലാതെ അതിന് പിന്നിലുള്ള ശാസ്ത്രമോ ചരിത്രമോ ഒക്കെ അറിയാൻ സാധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ നല്ലതല്ലേ. അങ്ങനെ ഞങ്ങൾക്ക് 400 രൂപ നിരക്കിൽ ഒരു ഗൈഡിനെ കിട്ടി. അപ്പോഴാണ് ആ ഗൈഡ് ഈ ക്ഷേത്രത്തിൻ്റെ പേരിനെ പറ്റി പറഞ്ഞത്. കോൺ ആർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ, ആ ആംഗിളിൽ സ്ഥിതി ചെയ്യുന്ന അർക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ്റെ ക്ഷേത്രമായതുകൊണ്ടാണ് അതിന് ഈ പേര് വന്നത് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന ആദ്യത്തെ സ്തൂപമാണിത്. ആ സ്തൂപത്തിൽ ഏറ്റവും താഴെ മനുഷ്യൻ ഒരു കുട്ടിയായിട്ടാണ് അവിടെ കിടക്കുന്നത്. പിന്നീട് ഒരു ആന, പിന്നീട് ഒരു കുതിര, അങ്ങനെയാണ് വരുന്നത്. ആ മനുഷ്യൻ്റെ മേലുള്ള സമ്പത്തിനെയും അതുപോലെ തന്നെ പദവിയെയും ഒക്കെയാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരു ക്ഷേത്രത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യം മനുഷ്യൻ അതിനെയൊക്കെ അതിജീവിച്ചിട്ട് വേണം കടക്കാൻ എന്നുള്ള രീതിയിലാണ് അത് പറഞ്ഞത്. പിന്നീട് അതിനുള്ളിലത്തെ കാഴ്ചകൾ വളരെ വിസ്മയകരമായിരുന്നു എന്ന് തന്നെ വേണം പറയാനായിട്ട്. ഈ കാണുന്ന ഓരോ രൂപങ്ങൾക്കും ഈ ഗൈഡ് ഓരോരോ എക്സ്പ്ലനേഷൻസ് പറഞ്ഞു എന്നുണ്ടെങ്കിലും ഇതൊരു ആർട്ടാണ്. ഈ ആർട്ട് നമ്മൾ വായിക്കേണ്ടതാണെന്നാണ് വിചാരിക്കുന്നത്. ഏതൊരു കലാരൂപവും അതിൻ്റെ സൃഷ്ടാവ് വായിക്കുന്ന അതേ രീതിയിൽ തന്നെ വേറെയുള്ള ആൾക്കാർ, കാഴ്ചക്കാരോ ആസ്വാദകരോ ഉൾക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അത് നമ്മൾ വായിക്കുന്നത് നമ്മുടെ രീതിയിലാണ്. അതിൽ ഒരുപാട് കാര്യങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യാം. അത് നമ്മുടെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാടും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനെ സ്വാധീനിച്ചു എന്നും വരാം. ഈ കൺസ്ട്രക്ഷൻ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഇത്രയും വർഷം മുമ്പ് എങ്ങനെയാണ് ഈ കൊത്തുപണികളൊക്കെ ചെയ്ത് ഇങ്ങനെ ഒരു മഹത്തായ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുക എന്നുള്ളത് വളരെയധികം അത്ഭുതം ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ ക്ഷേത്രം നമ്മൾ ചുറ്റി കാണുമ്പോൾ ഇതിൻ്റെ പല ഭാഗങ്ങളും നശിച്ചു പോയതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതിനവർ പറയുന്നത് മുഗളന്മാർ ഈ സ്ഥലത്തിനെ ആക്രമിച്ചപ്പോൾ സംഭവിച്ചു പോയതാണ് ആ നാശം എന്നതാണ്. ഈ കാഴ്ചകൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിനൊരു വലിപ്പം എത്രയാണെന്നുള്ളത്. ഇന്ന് എത്രയോ മെഷീൻസ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പണിയാണ് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പേ തന്നെ അവർ ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത്. എത്ര മാൻ പവറിലാണ് ഈ വർക്ക് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് വളരെയധികം അത്ഭുതം ജനിപ്പിച്ച ഒരു കാഴ്ചയാണ്. ഇതാണ് വിശ്വപ്രസിദ്ധമായിട്ടുള്ള സൺ ഡയൽ. പണ്ട് നിഴൽ നോക്കിയിട്ട്
സമയം അറിഞ്ഞിരുന്ന കാലഘട്ടത്തിൽ വളരെ അക്യുറേറ്റ് ആയിട്ട് സമയം അറിയാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു മെത്തേഡാണിത്. ഇതുപോലത്തെ 24 സൺ ഡയൽസ് നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിന് ചുറ്റുമായിട്ട് കാണാൻ സാധിക്കും. ഈ സൺ ഡയൽ ശാസ്ത്രീയമായി നിർമ്മിച്ചതാണ്. ആ ഗൈഡിൻ്റെ സഹായത്തോടു കൂടി ഈ സൺ ഡയലിൽ നിന്ന് എങ്ങനെയാണ് സമയം മനസ്സിലാക്കുക എന്നുള്ളത് നമ്മൾ പഠിച്ചു. അങ്ങനെ സമയം മനസ്സിലാക്കുമ്പോൾ ഇത് രാവിലെ മാത്രമാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതും നമുക്ക് മനസ്സിലായി. രാത്രി നമുക്കിത് ഉപയോഗിക്കുക എന്നുള്ളത് സാധ്യമല്ല. ഈ സൺ ടെമ്പിളിനോട് ചേർന്ന് തന്നെ 2 കെട്ടിടങ്ങളും കൂടെ അടുത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഛായാദേവി ടെമ്പിളും മായാദേവി ടെമ്പിളും. ഛായാദേവി എന്ന് പറയുന്നതും മായാദേവി എന്ന് പറയുന്നതും സൂര്യൻ്റെ പത്നിമാരായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഈ സൺ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കടക്കാൻ കഴിയില്ലേ എന്നുള്ളൊരു സംശയം നമുക്ക് തോന്നി. അപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഈ കൊണാർക്ക് ടെമ്പിൾ ഉണ്ടല്ലോ, ഇതൊരു കാലത്ത് വളരെ അധികം മണൽ മൂടപ്പെട്ട നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. കടലിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമല്ലേ, അതുകൊണ്ട് തന്നെ വർഷങ്ങളോളം കാറ്റും മണലും ചേർന്ന് ക്ഷേത്രം മൂടി കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. അതൊരു മനുഷ്യൻ മനഃപൂർവ്വം ചെയ്തതല്ല, പക്ഷെ പ്രകൃതിദത്തമായി സംഭവിച്ചു പോയതാണത്. പിന്നീട് 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഈ ക്ഷേത്രം വീണ്ടും കണ്ടെത്തി അത് ശുദ്ധീകരിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ക്ഷേത്രം തകർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്ത് വലിയ അളവിലുള്ള മണൽ നിറച്ചു, സാൻഡ് ഫില്ലിംഗ് ചെയ്തു എന്നാണ്. ഇതൊരു സപ്പോർട്ട് സ്ട്രക്ചറായിട്ട് ഉപയോഗിച്ചു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഈ മണൽ ക്രമേണ നീക്കം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ആ പ്രവർത്തനങ്ങൾ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കതവിടെ കാണാൻ സാധിക്കും. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നീട് നമുക്ക് തോന്നിയ ഒരു കാര്യം, ഇത് കടലിൻ്റെ ഭാഗത്തുള്ള കല്ല് വെച്ച് ഉണ്ടാക്കിയതല്ലേ, അതുകൊണ്ട് അത്രയ്ക്ക് ബലമുള്ള കല്ലുകളാകുമോ ഇവിടെ ഉണ്ടാവുക എന്നുള്ളതും ഒരു സംശയമായിട്ട് നിലനിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അത് സെഡിമെൻ്ററി റോക്സ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ വളരെ ഹാർഡ് റോക്സ് ആണിത്. അത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കൊത്തുപണികളോ കാര്യങ്ങളോ ഒന്നുമല്ല, അത്രയും ഹാർഡായിട്ടുള്ളൊരു റോക്സ് ആണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നതെന്നും അവർ നമ്മളോട് പറയുകയുണ്ടായി. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ ഉള്ളതിൽ വെച്ചിട്ട് വളരെ കുറച്ച് അവിടെ ശേഷിക്കുന്ന സൂര്യഭഗവാന്റെ പ്രതിഷ്ഠകളിൽ വളരെ കുറച്ച് തന്നെ അവിടെയുള്ളൂ, അതിലൊന്നാണ്. അങ്ങനെയുള്ള 1-2 എണ്ണം മാത്രമേ ഉള്ളൂ. ആ ഉള്ളത് തന്നെ നശിപ്പിക്കപ്പെട്ട രീതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ. പിന്നീട് ആ ഗൈഡ് നമ്മളോട് പറഞ്ഞു, ഇവിടെയൊക്കെ സന്ദർശിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ആലിൻ്റെ ചോട്ടിൽ കുറച്ച് സമയം ഇരുന്നിട്ട് പോകുന്നതാണ് അവിടുത്തെ രീതി എന്നുള്ളത്. അതുകൊണ്ട് നമ്മളത് അവിടെ ഇരുന്നിട്ട് പിന്നീട് അവിടെ നിന്ന് പോകുകയാണ് ഉണ്ടായത്. ആ പോകുന്ന വഴിക്ക് കുറേ പൂജാരിമാരിങ്ങനെ നിൽക്കുന്നുണ്ട്. നമ്മളെ അനുഗ്രഹിക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് അവരവിടെ നിൽക്കുന്നത്. പിന്നീട് നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് അത്ഭുതമൂർന്ന മനസ്സുമായിട്ട് ആ കടൽ തീരത്ത് കൂടെ തിരിച്ചു യാത്രയാവുകയാണ് ഉണ്ടായത്. ഇനി ഭുവനേശ്വറിലേക്കാണ് പോകുന്നത്. അവിടെ നമുക്ക് ഒരുപാട് കാണാനുണ്ട്.